പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ സന്ദർശിക്കുകയാണ്. ഇന്നും നാളെയും കൂടി 2 ദിവസത്തിന് പോവാണ്. അപ്പോ ഭാരതവും ഇസ്രയേലും അടുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തിന്റെ ഉറക്കം കിടന്നത് എങ്ങനെയാണ് സർ? അതിനകത്ത് രണ്ട് ഉത്തരങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ ഉത്തരം, നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുന്നത് ഭാരതത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭാരതത്തിന്റെ താല്പര്യമല്ല വിഷയം. സ്ട്രെയിറ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞാല് അവര് ഒരു ഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെയും പിന്നീട് ശത്രു രാജ്യമായ ചൈനയുടെയും താല്പര്യമാണ് അവർക്ക് പ്രധാനം. ആ ചൈനയുടെ താല്പര്യം എന്ന് പറയുമ്പം അവരുടെ മിത്രമാണ് ചൈന, ചൈനയുടെ മിത്രമാണ് പാകിസ്ഥാൻ. സ്വാഭാവികമായിട്ടും ചൈനയുടെ മിത്രമായ പാകിസ്ഥാന്റെ താല്പര്യമാണ് ഇന്ത്യയിലെ മാർക്സിസ്റ്റുകാരുടെ, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും നക്സലൈറ്റുകളും എല്ലാം ഉൾക്കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പരിവാറിന്റെ രാഷ്ട്രീയ ലക്ഷ്യം. അപ്പൊ അങ്ങനെ വരുമ്പം പാകിസ്ഥാന് താല്പര്യമുള്ള, ഇസ്ലാമിക തീവ്രവാദികൾക്ക് താല്പര്യമുള്ള നിലപാടുകളാണ് സ്വാഭാവികമായും അവരെടുക്കുന്നത്. എപ്പോഴും ചരിത്രത്തിൽ എന്നും എങ്ങനെയും എന്നും ഏത് വിഷയത്തിലും അങ്ങനെ തന്നെ നിലപാടുകൾ. അതുകൊണ്ട് അത് വളരെ സിമ്പിളാണ്. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് സോണിയയുടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിവാറും ഇസ്ലാമിക തീവ്രവാദ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, മുസ്ലിം ലീഗും ഒവൈസിയുടെ AIMIM-ഉം PDP-യും എല്ലാം ഉൾക്കൊള്ളുന്ന മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, മുസ്ലിം വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. കാരണം മുസ്ലിം ലീഗിനൊക്കെ വർഗീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവിടെ പലർക്കും വലിയ പ്രയാസം അത് കേട്ട് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ആവർത്തിക്കുന്നു. അപ്പൊ ഈ മൂന്ന് കൂട്ടരുടെയും അവരെ പുറത്തും സഹായിക്കുന്ന പാശ്ചാത്യ ശക്തികളുണ്ട്. ഇസ്രായേൽ വിഷയത്തിൽ അവർ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. എങ്കിലും ചൈനയും പാകിസ്ഥാനുമാണ് യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ഗൈഡിങ് ഫാക്ടർ, അല്ലെങ്കിൽ കൺട്രോളിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കൺട്രോളിങ്, അവരെ നിയന്ത്രിക്കുന്ന സങ്കേതങ്ങൾ. അതുകൊണ്ടാണ് ഇവരെന്നും കാലാകാലങ്ങളിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. അവർ ഉയർത്തുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം നിലനിൽക്കുന്ന കേരളത്തില്, പ്രത്യേകിച്ചും ഇന്ത്യ മുഴുവൻ ഉണ്ടെങ്കിലും, ഇസ്രായേലിനെ എന്തോ എതിർക്കണം, പാലസ്തീൻകാരെ അനുകൂലിക്കണം, ഇതാണ് ഇവരുടെ ആവശ്യം. പക്ഷെ ഭാരതം, നരേന്ദ്രമോദിയുടെ ഭാരതം രണ്ടു കൂട്ടരുടെയും പക്ഷത്തല്ല. ഇസ്രായേലും പാലസ്തീനും നിലനിൽക്കുന്ന, പരസ്പരം പ്രശ്നങ്ങളില്ലാതെ നിലനിൽക്കുന്ന ദ്വിരാഷ്ട്ര സംവിധാനത്തെ തന്നെയാണ് ഭാരതം, നരേന്ദ്രമോദിയുടെ ഭാരതം അതിനെ തന്നെയാണ് അംഗീകരിക്കുകയും യോജിക്കുകയും ചെയ്യുന്നത്. പക്ഷെ അതിനർത്ഥം 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ കൂട്ടക്കൊലയെ അതിനെ അങ്ങ് തമസ്കരിച്ചുകൊണ്ട്, അതിനെ പ്രതികരിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ തിരിച്ചടിക്ക് മാത്രം ചർച്ച. ഓർക്കണം നമ്മള്, ഗുജറാത്തിലെ ഗോത്ര സംഭവം, ഗോത്രയിലെ രാമഭക്തന്മാരായ ഹിന്ദുക്കളെ ആ ട്രെയിനിന്റെ ബോഗികളിട്ട് കത്തിച്ചു കൊന്നു കഴിഞ്ഞിട്ട് അതിന് പ്രതിഷേധമായിട്ടുണ്ടായ സംഘടനകളിൽ ഹിന്ദുവും മുസൽമാനും മരിച്ചിട്ടുണ്ട്. സഖാക്കളുടെ കണക്കിൽ ഗോത്ര വൺ സൈഡഡ് കൊലപാതകം എന്നാ പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ മലബാർ ലഹള, അവിടെയും അക്രമകാരികൾ മുസ്ലിം തീവ്രവാദികൾ, വർഗീയവാദികളായപ്പം കമ്മ്യൂണിസ്റ്റ് പക്ഷം നിൽക്കുന്ന അവരോടൊപ്പമാണ്, ഇരകളോടൊപ്പമല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തില് ഏറ്റവും വലിയ തന്ത്രപരമായ ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഇസ്രായേലുമായിട്ടുള്ള ഭാരതത്തിന്റെ, പ്രത്യേകിച്ച് മോദി ഇപ്പൊ പോകുമ്പോഴുള്ള ചർച്ചയ്ക്ക് വിഷയമാകാനുള്ള സാധ്യതകളിൽ പ്രതിരോധ രംഗത്തെ സഹകരണം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിനുള്ള നിശ്ചയമുണ്ട്.
പ്രതിരോധ സാമഗ്രികൾ വാങ്ങുന്നതിന് ഇസ്രായേലിന്റെ ഏറ്റവും പ്രകരക്ഷമമായ ആയുധ സംവിധാനങ്ങളെ ഭാരതത്തിന് വാങ്ങുന്നതിനും ഭാരതത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന് അത് മുതൽക്കൂട്ടായി മാറ്റുന്നതും സ്വാഭാവികമായും ആരെയാണ് അത് ഭയപ്പെടുത്തുന്നത്? അതെ, ചൈനയും പാകിസ്ഥാനെയും. ഇപ്പൊ ചൈനയ്ക്കും പാകിസ്ഥാനെയും പ്രതിരോധിക്കുന്നതിനുള്ള കരുത്ത് ഭാരതത്തിന് കിട്ടരുത്. തന്നെയല്ല, നമ്മൾ ഓർക്കണം, കാർഗിലിൽ ഉൾപ്പെടെ ഉണ്ടായ പ്രശ്നങ്ങളില് ലോകത്താരും ഭാരതത്തോടൊപ്പം സഹകരണത്തിന് തയ്യാറാവാതിരുന്ന കാലഘട്ടത്തിൽ പോലും കൃത്യമായും രഹസ്യാന്വേഷണ ഇന്റലിജൻസ് ഇൻപുട്സ് വരെ പ്രൊവൈഡ് ചെയ്ത ഭാരതത്തോടൊപ്പം നിന്ന രാജ്യമാണ് ഇസ്രായേൽ. ഓപ്പറേഷൻ സിന്ദൂറിലും അത് തന്നെയല്ലേ പറ്റിയത്? ഇസ്രായേൽ അല്ലേ നമ്മുടെ കൂടെ നിന്നത് ആദ്യാവസാനം? എന്നും എല്ലാ കാലവും ഭാരതത്തോടൊപ്പം നിന്ന ചരിത്രമാണ് ഇസ്രായേലിനുള്ളത്. അതിന് കാരണമുണ്ട്. ജൂതന്മാരെ ലോകത്ത് അവർ ചെന്ന് കയറിയിടത്തെല്ലാം, അവർ അഭയാർത്ഥികളായി ലോകത്ത് ചെന്ന് കിടന്നിട്ടെല്ലാം, അത് റഷ്യയിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും അവിടെയെല്ലാം അവരെ നാലാംകിട മനുഷ്യരായി കരുതി അടിച്ചമർത്തിയ കാലത്ത് ഭാരതത്തിലേക്ക് കടന്നു വന്നവർക്ക് നമ്മൾ കൊടുത്ത സ്വീകരണം, അവരെ നമ്മൾ ഉൾക്കൊണ്ട ശൈലി, അത് ഭാരതം ആ ചെയ്ത പ്രവൃത്തി ഒരിക്കലും അവർ മറക്കാൻ തയ്യാറല്ല. അതിന്റെ തെളിവാണ് 2017 ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ആദ്യമായി ഇസ്രായേൽ സന്ദർശിച്ചപ്പം ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി, അദ്ദേഹത്തെ ഒരു സ്വാഭാവിക സുഹൃത്തിനെ പോലെ, ഒരു സഹോദരനെ പോലെ സ്വീകരിച്ചതും അവിടുത്തെ കടൽത്തീരത്തൊക്കെ രണ്ടുപേരും നഗ്നപാതരായി പോവുകയൊക്കെ ചെയ്തത്, അതൊക്കെ ഊഷ്മളമായ ബന്ധത്തിന്റെ പശ്ചാത്തലമാണ്. ഇതിനർത്ഥം ഒരിക്കലും പാലസ്തീനുമായിട്ട് മോദിയുടെ ഭരണകൂടത്തിനോ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. അവരുടെ മാനുഷിക ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഒരു തർക്കവുമില്ല. എതിർപ്പുള്ളത് ഭീകരവാദത്തോട് മാത്രമാണ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് അതൊന്നുമല്ല. ഭാരതം പുതിയ കാലത്തെടുക്കുന്ന നയതന്ത്ര ബന്ധങ്ങളിലും ഡിഫൻസും ഫോറിൻ അഫയേഴ്സും ഇക്കാര്യത്തില് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഭാരതത്തിന്റെ താല്പര്യം സംരക്ഷിക്കപ്പെടണം. ഒരു കാര്യം ഓർക്കുക, മോദിയുടെ ഈ സന്ദർശനം എന്ന് പറയുന്നത് ആ ഗാസയിലെ യുദ്ധം ഒന്ന് അവസാനിച്ചതിന് ശേഷമാണ്. ഇറാഖിലെ അന്തരീക്ഷത്തിൽ യുദ്ധത്തിന്റെ സാധ്യതകൾ ഉയരുമ്പോഴാണ് പോകുന്നത്. ഈ സന്ദർഭത്തിൽ അവിടെ ചെല്ലുമ്പം കൃത്യമായും സാർവദേശീയ തലത്തിലും രാജ്യങ്ങളുടെ പരസ്പര ബന്ധങ്ങളിലും പുതിയ സാധ്യതകളിലേക്കുള്ള അന്വേഷണം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹു പറഞ്ഞത് 5 ഹെക്സഗണൽ അലയൻസ്, 6 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അലയൻസിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നുവെന്ന്. അതിനകത്ത് ഇസ്രായേലുണ്ട്, ഭാരതമുണ്ട്, ഗ്രീസുണ്ട്, മറ്റു പല രാജ്യങ്ങളുമുണ്ട്. ആരെങ്കിലും ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു രാജ്യങ്ങളും അഭിപ്രായമോ ഉറപ്പോ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആഫ്രിക്കയിലും ഏഷ്യയിലും ഒക്കെയുള്ള ഈ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഒരു പ്രതിരോധ ബന്ധമായി മാറുകയാണെങ്കിൽ അതെങ്ങനെയാണ് ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക്, ഇസ്രായേലിന്റെ സമാധാനപരമായ നിലനിൽക്കലിനെയും സഹായിക്കുന്നതെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു, കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അവിടെ സാധ്യതകളുണ്ട്. ഒപ്പം തന്നെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലും പല കാര്യങ്ങളിലും ഇസ്രായേലിന്റെ നിലപാടുകളോട് അവർക്ക് പല റിസർവേഷൻസും ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ആത്യന്തികമായി അമേരിക്ക ഉൾപ്പെടുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭാരതത്തോട് ബന്ധത്തിനും ഒരു പാലമായി പ്രവർത്തിക്കുന്നതിനും
ഇസ്രായേലിന് സാധ്യതയുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഉയർത്തുന്ന പല വെല്ലുവിളികളെയും പരിഹരിക്കുന്നതിനും ഇസ്രായേലിന്റെ അമേരിക്കയുടെ മേലുള്ള സ്വാധീനത്തിനും ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ കണക്കുകൂട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ലോക സമാധാനത്തിനും ഭാരതത്തിന്റെ ഇതിന്റെയും ഇസ്രായേലിന്റെയും കൃത്യമായ പ്രതിരോധത്തിനും ഉതകുന്ന, ഇവിടെ മറച്ചു വെക്കേണ്ട കാര്യമില്ല, രണ്ട് രാജ്യങ്ങളും എന്നാൽ ലോകം തന്നെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഭീകരവാദത്തിൽ നിന്നാണ്. ആ ഭീകരവാദത്തെ ചെറുക്കാൻ വേണ്ടി ഭാരതത്തിന് കൂടെ കൂടാൻ സാധ്യതയുള്ളവരെ കൂടെ കൂട്ടേണ്ടി വരും. ചൈന അങ്ങനെ കൂടെ കൂട്ടാൻ പറ്റില്ല. ചൈന ഭീകരവാദികൾക്ക് ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ ആഗോളതലത്തിൽ സംരക്ഷണം നൽകുകയും ഭാരതത്തിലെ മാർക്സിസ്റ്റ് ഭീകരർക്കുൾപ്പെടെ ആയുധവും മറ്റു തരത്തിലുള്ള സഹായങ്ങളും ചെയ്യുന്ന രാജ്യമാണ്. പാകിസ്ഥാനാണെങ്കിൽ അതിർത്തി കടന്ന ആക്രമണങ്ങൾക്ക് ഭീകര സംഘങ്ങളെ ഉപയോഗിക്കുന്ന രാജ്യം. ഇങ്ങനെയൊക്കെ വരുമ്പം സ്വാഭാവികമായും ഭാരതത്തിന് ഇസ്രായേൽ അടുക്കേണ്ടി വരും. ഇസ്രയേലുമായിട്ട് ഭാരതം അടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഭാരതവും ഇസ്രയേലും തമ്മിൽ ഒരുമിച്ച് ഒരു നല്ലൊരു കൂട്ടുകെട്ടിൽ മുമ്പോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ത്രെട്ട് ഫീൽ ചെയ്യുന്നത് ചൈനയും പാകിസ്ഥാനും ആയിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഒരു കാര്യം കൂടെ, ഒരു കൗതുകകരമായ ഒരു കാര്യം കൂടെ സൂചിച്ച് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. 1960-കളുടെ കൃത്യം വർഷം ഞാൻ ഓർക്കുന്നത് 69-ലോ അല്ലെങ്കിൽ 70-ലോ ആണ്. ഞാനൊന്ന് വിദ്യാർത്ഥിയാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. അന്ന് കോട്ടയത്ത് വെച്ചൊരു ഡിബേറ്റ്, ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അവിടെ പങ്കെടുത്ത് വന്ന വിഷയം ഇതായിരുന്നു, പെട്ടെന്ന് വിഷയമാണ് ഇസ്രായേലും ഈജിപ്തും നടത്തിയ യുദ്ധം. അങ്ങനെ യുദ്ധം ഉണ്ടായി. ഇസ്രായേലും ആ കാലത്ത് യുദ്ധം ഉണ്ടായി. അവസാനം ഈജിപ്തൊക്കെ പരാജയം സംഭവിച്ച് ഇസ്രായേലുമായിട്ട് കൂടിച്ചേർന്നാണ് പിന്നത്തെ ചരിത്രം. അന്നത്തെ ഒരു കാര്യം ഞാൻ ഓർക്കുക. അന്ന് എല്ലാവരും കേരളത്തിലെ സ്വാഭാവിക സാഹചര്യം വെച്ച് ഇവിടെ ഒരു ഇടതുപക്ഷ, അന്നും ഇടതുപക്ഷ ജിഹാദി ചിന്തയാണല്ലോ പ്രകടമായിട്ട് പറയുന്നതിൽ പുലർന്നും ഉണ്ടായിരുന്നു. ആ ഒരു എക്കോസിസ്റ്റത്തിന്റെ സംഭാവനയായിട്ട് വന്നവര് മുഴുവൻ ഇസ്രായേലിനെതിരായിട്ടും ഈജിപ്തിന് അനുകൂലമായിട്ട് സംസാരിച്ചു. അന്ന് അവിടെ എന്നോട് പാലാക്കെ മാത്യു എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം സജസ്റ്റ് ചെയ്തു, രാജശേഖരൻ ഒരു കാര്യം ചെയ്യുക, ഇസ്രായേൽ അനുകൂലമായിട്ട് പറയാൻ പറഞ്ഞു ഈ ഡിബേറ്റിൽ. അപ്പൊ അതിനു വേണ്ടിയുള്ള മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് ആദ്യം കൈ കിട്ടിയ സാധനം എന്ന് പറയുന്നത് അതിതാണ്. ആ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞപ്പം ഈജിപ്റ്റ് പറഞ്ഞു ഞങ്ങളാണ് അക്രമത്തിന് തുടക്കം കുറിച്ചത്. പക്ഷെ കേരളത്തിലെ പത്രങ്ങളിൽ വന്നത് ഓർക്കണം, ദേശാഭിമാനി, അന്നത്തെ ദേശാഭിമാനി ഉൾപ്പെടെ കേരളത്തിലെ പത്രങ്ങളിൽ വന്നത് ഇസ്രായേൽ ഈജിപ്തിനെ ആക്രമിച്ചെന്ന്. ഞാൻ ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്? ഈജിപ്റ്റ് പറയുന്നു ഞങ്ങളാണ് ആക്രമിച്ചതെന്ന്, കേരളത്തിലെ പത്രങ്ങൾ പറയുന്നു ഇസ്രായേലാണ് ആക്രമിച്ചതെന്ന്. ഇതാണ് നമ്മുടെ അവസ്ഥ. സത്യസന്ധമായ വിവരങ്ങൾ മനക്കാതെ അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങൾ ഭാരതത്തിന്റെ താല്പര്യത്തിന് എങ്ങനെയാണ് ഉപയുക്തമാകുന്നതെന്ന് ചിന്തിക്കാതെ തങ്ങൾക്ക് വിധേയത്വമുള്ള ചൈനയ്ക്കോ പാകിസ്ഥാനോ പ്രയോജനപ്പെടുന്ന തരത്തിൽ, അല്ലെങ്കിൽ തങ്ങളുടെ വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഭാരതത്തിനുള്ള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ വേണ്ടി ഉള്ള ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ട് ഭാരതത്തിന്റെ താല്പര്യത്തെ ബലികഴിക്കാൻ തയ്യാറാവുന്ന ആ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് മുസ്ലിം ലീഗ് ബന്ധവും സഖ്യവും ഉണ്ടല്ലോ, അത് ഭാരതത്തിന്റെ താല്പര്യത്തിനെതിരാണെന്നുള്ളത് കൃത്യമായി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്രായേലും ഭാരതം തമ്മിലുണ്ടാകുന്ന ആ കൂടുതൽ കരുത്തുറ്റ പ്രതിരോധ മേഖലയ്ക്ക് പ്രത്യേകിച്ചും കൂടുതൽ കരുത്ത് നൽകുന്ന ആ ബന്ധം കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.